അറിഞ്ഞോ നമ്മുടെ വക്കീലിന്റെ മോനില്ലേ, അവൻ MBBS ചേർന്നൂന്ന്. ഭഗവാനെ, അല്ലെങ്കിലും അവന് ഭയങ്കര ജാടയാ. ഇനി മകൻ ഡോക്ടറും കൂടി ആയാലത്തെ സ്ഥിതി എനിക്ക് ആലോചിക്കാൻ വയ്യ. അങ്ങനെയാ മിടുക്കന്മാര്. അവന്റെ മോൻ അത്ര വലിയ പഠിത്തക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, അവൻ അത്ര പഠിക്കൊന്നുമില്ല. പിന്നെ എങ്ങനെയാ എൻട്രൻസ് കിട്ടിയത്? എൻട്രൻസ് ഒന്നല്ല. വല്ല ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ 10-50 ലക്ഷം കൊടുത്ത് പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? അതെ, മൈസൂരിലാ. നമ്മുടെ ടിന്റുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഇപ്പോഴേ ടെൻഷനാ. ശരിയാ, അവനാണെങ്കി പഠിക്കുകയില്ല, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കാശുമില്ല. പിന്നെ എങ്ങനെയാ അവനൊന്ന് ഡോക്ടർ ആക്കുന്നേ? ഡോക്ടർ അവനൊരു കമ്പൗണ്ടറെങ്കിലും ആയി കണ്ടാ മതിയായിരുന്നു. അതാ അവന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ശരിയാ, അവന്റെ പഠിത്തം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇന്നു മുതൽ അവന്റെ പഠിത്തത്തിന് ഒരു മാറ്റം വരുത്തണം. ടിന്റു വന്നല്ലോ. സമയം കളയാതെ പോയിരുന്നു പഠിക്കടാ. എന്താടാ ഒരു മൗനം? പാവം, പകല് മൊത്തം ക്ലാസ്, പിന്നെ ട്യൂഷനും. അവന് ക്ഷീണം കാണില്ലേ? ശരി, നീ പോയി മേല് കഴുകിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് പോയി പഠിക്കാനിരുന്നു. നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ ചെക്കനതാ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നു. എന്താടാ ഇത്? പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. നിനക്ക് നിന്റെ ഭാവിയെ കുറിച്ച് ഒരു ചിന്തയില്ലടാ? എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ഭാവി എന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്. ഉറങ്ങിയാലല്ലേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂ. എപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കണമെന്ന അബ്ദുൽ കലാമും പറഞ്ഞത്. എന്നാ ശരി, ഗുഡ് നൈറ്റ്.